ഹലോ, എല്ലാവർക്കും കവീസ് റീജിയണൽ ഫ്ലേവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കുക്കിംഗ് വ്ലോഗാണ്. ഇതിൽ നമ്മൾ കോവയ്ക്ക ചതച്ചിട്ട് ഒരു മെഴുക്കുവരട്ടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഇതൊരു മാംഗ്ലൂരിയൻ ഡിഷാണ്. ഇതിൽ നമ്മൾ വേറെ കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ എല്ലാം കൂടെ ഫ്ലേവേഴ്സ് ആകുമ്പം ഇത് നല്ലൊരു രുചിയുള്ള ഒരു മെഴുക്കുവരട്ടി ആയിരിക്കും. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും നമുക്ക് കഴിക്കാം. ആദ്യം തന്നെ നമ്മൾ കോവയ്ക്ക നല്ലോണം ഒന്ന് കഴുകിയെടുക്കണം. ഞാനിവിടെ 1/2 കിലോ കോവയ്ക്ക എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതിനെ രണ്ടറ്റം ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കോവയ്ക്ക നമ്മൾ രണ്ടറ്റം ഇങ്ങനെ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതുണ്ടല്ലോ ചതയ്ക്കണം. ഇങ്ങനെ നമുക്കിത് ചതച്ചെടുക്കണം. ഈ ചതയ്ക്കുമ്പോൾ കോവയ്ക്കയുടെ അരി അവിടെ ഇവിടെയൊക്കെ ആവും. പക്ഷേ നമുക്കിത് മെഴുക്കുവരട്ടിയിൽ തന്നെ യൂസ് ചെയ്യാൻ എടുക്കാം. അപ്പോൾ ലാസ്റ്റ് ഈ കട്ടിംഗ് ബോർഡിലുണ്ടായിരുന്ന അരിയൊക്കെ എടുത്ത് പ്ലേറ്റിലേക്ക് അതേമാതിരി ഇട്ട് മെഴുക്കുവരട്ടിക്ക് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ഇഞ്ചിയൊക്കെ ചതയ്ക്കാൻ ചെറിയ ഉരുളി എടുക്കുമല്ലോ, അത് വെച്ചിട്ട് നമ്മൾ ഇത് ചെറുതായിട്ട് ഇങ്ങനെ ചതച്ചെടുത്താൽ മതി. അപ്പം നമ്മൾ കോവയ്ക്ക എല്ലാം ചതച്ചെടുത്തിട്ടുണ്ട്. ഇനിയും നമ്മുടെ അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് വെളുത്തുള്ളിയാണ്. ഇതിൽ വെളുത്തുള്ളി നമ്മൾ കൂടുതൽ ചേർക്കും. വെളുത്തുള്ളി തോലോടാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു 3 കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇത് കഴുകിയാണ് എടുത്തിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ തോലോടാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് എടുത്ത് ഇതിൻ്റെ അല്ലിയൊക്കെ ഒന്ന് മാറ്റി ഒന്ന് വൃത്തിയായിട്ട് എടുക്കാം. വെളുത്തുള്ളി നമുക്ക് ചതച്ചെടുക്കണം. അപ്പം ഈ ഒരു മെഴുക്കുവരട്ടിയിൽ വെളുത്തുള്ളിയുടെ ഫ്ലേവർ നല്ലോണം ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് 3 കുടം വെളുത്തുള്ളി എടുത്തിട്ടുള്ളത്. ഞാനിവിടെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിന് ചേർക്കാൻ പോകുന്നത് മുളകാണ്. നമ്മൾ കടുക് വറുക്കാൻ യൂസ് ചെയ്യുന്ന മുളകാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇവിടെ. അപ്പം ഇതെന്താണെന്ന് വെച്ചാൽ നമ്മളിതിന് വേറെ മസാല ഒന്നും ചേർക്കണില്ല. ഇത് മാത്രമാണ് ഇതിൻ്റെ ഫ്ലേവേഴ്സൊക്കെ. അപ്പം ഇത് നല്ലോണം ഇങ്ങനെ മുളക് പൊട്ടിച്ച് വയ്ക്കുക. നിങ്ങൾക്ക് എരിവ് എത്ര ആവശ്യമുണ്ട് അത്രയും എടുക്കുക. ഞാനൊരു 10 മുളക് ഇവിടെ എടുത്തിട്ടുണ്ട്. 10 കൂടുതൽ മുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് കടുക് വറുക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് 1/4 കപ്പ് എണ്ണ ഒഴിക്കുന്നുണ്ട്. അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുകിൻ്റെ കൂടെ തന്നെ കടുകൊന്ന് പൊട്ടിക്കഴിയുമ്പം നമുക്ക് 1 ടീസ്പൂൺ ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് മുളക് ഇട്ട് കൊടുക്കാം. മുളകും ഇട്ട് കൊടുത്തതിന് മുളകൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് ഈ വെളുത്തുള്ളിയും കൂടി ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എണ്ണ ഞാനൊരു 1/4 കപ്പ് എണ്ണയാണ് എടുത്തിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇത് വരണ്ട് വരണം. ഇതിലേക്ക് ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന കോവയ്ക്കയും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇത് അടച്ച് വയ്ക്കാം. അതായത് ഇതിൽ ആവിയിൽ നമ്മൾ നല്ലോണം ഇത് വേവിക്കണം. ഇപ്പോൾ കോവയ്ക്ക നല്ല ഫ്രഷ് ആണല്ലോ. നമുക്കിത് ആവിയിൽ വേവിച്ചിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഇത് ഓപ്പൺ ചെയ്യപ്പം ഇങ്ങനെ ഒരു ഇതിലാണ്. ഇപ്പോഴും ഇത് കുക്കായിട്ടില്ല. നമുക്ക് ഇത് നല്ലോണം കുക്കാവണം. കുക്കായി കഴിഞ്ഞിട്ട് ഈ വെളുത്തുള്ളിയുടെയും ഈ എരിവും അതായത് മുളകിൻ്റെയും പിന്നെ നമ്മളിട്ട് ജീരകത്തിൻ്റെ ഫ്ലേവറൊക്കെ ഈ ചതച്ച കോവയ്ക്കയിൽ നല്ലോണം അബ്സോർബ് ആവും. അപ്പോൾ ഇത് കഴിക്കുമ്പം ഓരോരോ കോവയ്ക്ക ഇങ്ങനെ എടുത്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പം നമുക്കിത് നല്ലോണം ഒന്ന് ഇളക്കി പിന്നെ ആവിയിൽ നല്ലോണം ഒന്ന് കുക്കാവാൻ വയ്ക്കാം. ഇതിൽ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ഇത് ആവിയിലും നമ്മൾ ഒഴിച്ചിരിക്കുന്ന 1/4 കപ്പ് എണ്ണയിൽ മാത്രമാണ് ഇത് കുക്കായി എടുക്കേണ്ടത്.
ഞാനിപ്പം ഓൾമോസ്റ്റ് ഒരു 20 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ ഇതെടുത്തപ്പം നോക്കൂ, നമ്മളിട്ട കോവയ്ക്ക ഓൾമോസ്റ്റ് പകുതിയായി. ഇത് നല്ലോണം വരണ്ട് വെന്തിട്ടുണ്ട്. ഈ ഫ്ലേവേഴ്സൊക്കെ കോവയ്ക്കയിൽ നല്ലോണം അബ്സോർബ് ആയിട്ടിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതായിട്ട് ഇതൊന്ന് ഉടച്ചെടുക്കാം. ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ്. കുറച്ച് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തോളൂ. എന്താണെന്ന് വെച്ചാൽ അടിക്ക് പിടിക്കോ. ഇല്ലെങ്കിൽ ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെയും കൂടെയും കഴിക്കാൻ നല്ലൊരു എന്താ പറയുക റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് കവീസ് റീജിയണൽ ഫ്ലേവേഴ്സ്.